ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇപ്പൊ വധുവിന്റെ വേഷത്തിൽ വന്നിരിക്കുന്ന പെൺകുട്ടി കൃഷ്ണ തന്നെയാ. അവളുടെ അടക്കവും ഒതുക്കവും കണ്ട അത് മനസ്സിലാവും. പക്ഷെ അമ്മേ, കൃഷ്ണ നമ്മളെ കരുതും പോലൊരു കുട്ടിയാണോ, നമ്മൾ തിരക്കിയ കുട്ടിയാണോ, ഒന്നും നിശ്ചയില്ലല്ലോ. ആ ഗോപാലിനെ കാണാൻ വിട്ട ആളില്ലേ, അയാള് ഒരു ഉത്തരയില്ലാതെ തിരിച്ചു വന്നേ. എന്തു പറ്റി? കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോ അയാള് കൊതറി മാറിയെന്നാ പറയുന്നത്. പെമ്പിള്ളേരുടെ കാര്യം അന്വേഷിച്ചു ചെന്നാല് ഇനി പോലീസ് പറയുന്നൊരു വരട്ടലും. ആ, അങ്ങനെയാ പെൺകുട്ടികളെ കാക്കുന്നവര്. പക്ഷേ വിവരം അറിയാതെ നമ്മൾ പിന്നെ എങ്ങനെയാ? അവൾ ആരാ എന്താന്നൊക്കെ പിന്നീട് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. എന്തായാലും നാഗപ്രീതിയുള്ള കുട്ടിയാണെന്ന് നമുക്ക് ഉറപ്പുണ്ടല്ലോ. അവളെ ദൈവം തമ്പുരാൻ ഈ കല്യാണ മണ്ഡപം വരെ എത്തിച്ചിട്ടുമുണ്ട്. ഇനി ഈ വിവാഹം നടക്കട്ടെ. നവീന്റെ ഭാര്യയായി അവള് വരുന്നതോടെ ശാപം അവസാനിക്കും. അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യമൊക്കെ ഗാഥമോളെ കുറിച്ച് നവീൻ ഇടയ്ക്ക് പറയുമായിരുന്നു. അത് പക്ഷേ അവൻ ഓഫീസ് കാര്യങ്ങൾ പറയുന്ന പോലെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ മാറ്റത്തിന് ശേഷം അവൻ ഗാഥയെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഏറ്റവും അടുപ്പുള്ള ആളെ പോലെ, ഏതോ ജന്മത്തിൽ ഒന്നിച്ച് ജീവിച്ചിരുന്നവരെ പോലെ. അതങ്ങനെ വരൂ നന്ദ. വിവാഹത്തിലൂടെ കൂടിച്ചേരുന്നതൊന്നും നമ്മൾ നിശ്ചയിക്കുന്നതല്ല, അതിനപ്പുറത്ത് ദൈവം വരച്ച വരയാ. എന്തായാലും ദിവ്യനാഗങ്ങളെ പ്രീതിപ്പെടുത്താനുള്ള പൂജ നടക്കുന്നുണ്ടല്ലോ. ഒരു വിഘ്നങ്ങളും ഇല്ലാതെ ഇത് പൂർത്തിയാക്കി തരണേ എന്റെ നാഗദൈവങ്ങളെ. എല്ലാം നന്നായി തന്നെ നടക്കുന്നത്. നാഗദേവത പ്രീതിപ്പെട്ട് തന്നെ നിൽക്കുന്നു. വിജയം സുനിശ്ചിതമാണ്. ദിവ്യനാഗത്തിന്റെ പ്രീതിക്ക് വേണ്ടി പൂജകൾ നടക്കുന്നുണ്ട്. കർമ്മങ്ങൾ ഫലിക്കാത്തത് അതുകൊണ്ടാ. കളരിക്കൽ തറവാടിന് ലക്ഷ്യം വച്ച ദിവ്യനാഗം ഇപ്പോൾ സംപ്രീതനാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? കർമ്മങ്ങളുടെ രൂപവും ഭാവവും മാറണം. ശാന്തനായി കാണുന്ന ദിവ്യനാഗത്തെ പ്രകോപിപ്പിക്കണം. അതിനുള്ള കടുത്ത മന്ത്രവിധികളിലേക്ക് കടക്കണം. ദിവ്യനാഗം പ്രകോപിതനായാൽ തീർച്ചയായും മണ്ഡപത്തിൽ നടക്കുന്ന വിവാഹ ചടങ്ങിൽ വധുവിനെ ദംശിക്കും. കതിർ മണ്ഡപത്തിൽ തന്നെ വധു മരിച്ചു വീഴും. അതിനുള്ള കർമ്മങ്ങൾക്ക് തയ്യാറെടുപ്പുകൾ നടക്കട്ടെ.